യതികളിലിങ്ങനെ ഭൂവിതിൽ ഇന്ദുരാഗ പ്രഭാമയനീവിധം ഇല്ല. യതികളിലിങ്ങനെ ഭൂവിതിൽ ഇന്ദുരാഗ പ്രഭാമയനീവിധം ഇമ്പമോടെന്നും അൽബു പകർന്നിടും സൽകുമാരെന്നും എൻ പ്രിയ സദ്ഗുരു ശ്രീനാരായണമൂർത്തേ. പൂജനീയ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് പാദവന്ദനം. ഇസ്മായിൽ സാധനയിലെ ക്ലാസുകൾ നയിക്കുന്ന ആചാര്യ ശ്രേഷ്ഠന്മാർക്കും അറിയേണ്ടത് എന്താണ് ഗുരുവിൻ്റെ ദർശനം എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം എന്തെന്ന് ചോദിച്ചാൽ രണ്ട് വാക്കുകളാർക്കും പറയാനുണ്ടാവില്ല, രണ്ടുത്തരവ് ഉണ്ടാവില്ല, ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. ഏകതയാണ്, അദ്വൈതമാണ് ഗുരുവിൻ്റെ ദർശനം. ആ അദ്വൈതത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നയിക്കുന്നതിന് വേണ്ടിയാണ് ഗുരു നമുക്ക് തന്ന സകലതും. അതായത് നിരവധി ക്ഷേത്രങ്ങൾ ഗുരു നമുക്ക് പ്രതിഷ്ഠിച്ച് തന്നു, നിരവധി ദേവീ ദേവതാ സങ്കല്പങ്ങളെ തന്നു, പ്രതീകങ്ങളെ തന്നു, സത്യം, ധർമ്മം, ദയ, ശാന്തി ഇതൊക്കെ തന്നു. അവസാനം ഓങ്കാരത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടുത്തെ ആ നീണ്ട കർമ്മമേഖല അവസാനിക്കുമ്പോൾ ഗുരു നമ്മളെ എത്തിപ്പിക്കുന്നത് ആ പരമമായ സത്യത്തിലേക്കുള്ള വഴികൾ തന്നെയാണ്. അതിലൂടെ സഞ്ചരിക്കാനാണ് ഗുരു നമ്മെ ആദേശം ചെയ്യുന്നത്. അതുപോലെ തന്നെ മുനിചര്യ പഞ്ചകവും മുനിചര്യ പഞ്ചകവും നിർവൃതി പഞ്ചകവും രചിച്ചു തന്ന മുനിശ്രേഷ്ഠനാണ് ഗുരു. വാത്മീകി മാമുനിയുടെ ഒരു കൃതിയെ കൂട്ടിച്ചേർത്ത്, ആദികാവ്യത്തെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഗുരു നമുക്ക് തന്ന രണ്ട് പഞ്ചകങ്ങൾ ഒരു മുനിയുടെ ചര്യ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുനിചര്യ പഞ്ചകം തന്നു. ഒരു മുനിയെ കണ്ടുമുട്ടിയപ്പോൾ വാക്കുകൾ പോലും ഉപരമിച്ചുകൊണ്ട് നിർവൃതിയിലിരിക്കുന്ന ആ ഒരു മാമുനിയെ, ശ്രീനാരായണ മാമുനിയെ നമ്മൾ ആ കൃതികളിലൂടെ കണ്ടു. തീർന്നിട്ടില്ല. വേദങ്ങളെ 24 സൂത്രങ്ങളാക്കി വേദാന്ത സൂത്രം ചമച്ചു തന്ന ഗുരു, പരമഋഷി, വ്യാസന് ശേഷം ബ്രഹ്മസൂത്രം രചിച്ചു തന്ന മഹാഋഷിയെ നമുക്ക് ഗുരുവിൽ കാണാം. ദശോപനിഷത്തുകളിൽ ആദ്യത്തേതായ ഈശാവാസി ഉപനിഷത്ത്, മറ്റെല്ലാം നഷ്ടപ്പെട്ടാലും ഈ ഒരു ഉപനിഷത്ത് ഉണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ ആധ്യാത്മിക പാരമ്പര്യം തന്നെ വീണ്ടെടുക്കാമെന്ന് പണ്ഡിതന്മാർ ഘോഷിച്ച ആ ശ്രേഷ്ഠ സത്തയെ നമുക്ക് മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു തന്ന ഉപനിഷദുക്തി രഹസ്യമറിഞ്ഞ ഋഷീശ്വരനെ നമുക്ക് ഗുരുവിൽ കാണാൻ സാധിക്കും. തിരുവള്ളുവർ രചിച്ച തിരുക്കുറൾ എന്ന തമിഴ് വേദത്തെ, അതിൻ്റെ സത്തയെ, വേദത്തെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏതാനും അധികാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് അതിൽ സത്തായിട്ടുള്ളത് എന്താണോ അതിനെ ഗുരു നമുക്ക് എടുത്തിട്ട് മലയാള ഭാഷയിലേക്ക് പകർത്തി തന്ന ആ മഹാമുനി, മഹാഗുരു ഒക്കെ നമുക്കിതിൽ ഒരു വൈദികമായ ആ ഋഷി പരമ്പരയുടെ ആ ദർശനത്തെ എല്ലാതും ഗുരു നമുക്ക് ഒരു ചിമ്മിഴിലാക്കി 64 കൃതികളിലാക്കി തന്നിട്ടുണ്ട്. അതിൽ വേദമുണ്ട്, ഇതിഹാസമുണ്ട്, പുരാണമുണ്ട്, തമിഴ് വേദമുണ്ട്, സകലതും അടങ്ങിയിരിക്കുന്ന ആ കൃതി, ഗുരുവിൻ്റെ ദർശനം അടങ്ങിയ ആ 64ഓളം കൃതികൾക്കും മീതെ വയ്ക്കാൻ ഒരു ഗ്രന്ഥവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ മുനിശ്രേഷ്ഠൻ്റെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കർക്കിടക മാസം നമ്മൾ രാമായണ പാരായണ മാസാചരണമായിട്ട് ആചരിക്കുന്ന രീതി വന്നിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. കാരണം രാമായണം പോലെയുള്ള പുണ്യഗ്രന്ഥങ്ങൾ കർക്കിടക മാസത്തിൽ മാത്രമല്ല പാരായണം ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിലുടനീളം ഓർത്തിരിക്കേണ്ടതും പഠിക്കേണ്ടതും അറിയേണ്ടതുമായ ഗ്രന്ഥം തന്നെയാണ് രാമായണം. കർക്കിടക മാസം വരുമ്പോൾ മഴയും കാറ്റും ഒക്കെ കെടുതികൾ വരുമ്പോൾ, മനുഷ്യന് രോഗങ്ങൾ ബാധിക്കുമ്പോൾ ശരീരത്തിന് വേണ്ടി നമ്മൾ ഔഷധ സേവനം നടത്താറുണ്ട്, ഔഷധ സേചനം. അതുപോലെ തന്നെ നമ്മൾ ആധ്യാത്മികമായി ഉയരുന്നതിന് വേണ്ടി ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ
പാരായണം ചെയ്തുകൊണ്ട് ഭൗതികമായും ആധ്യാത്മികമായും നമ്മുടെ ശക്തിയെ നമ്മൾ വർദ്ധിപ്പിക്കുന്ന ഒരു കാലം കൂടിയാണല്ലോ കർക്കിടക മാസം. പഞ്ഞമാസം എന്നതിലപ്പുറം പുണ്യമാസം കൂടിയാണ് കർക്കിടക മാസം. എവിടെയും നോക്കുമ്പോൾ രാമായണ ശീലുകൾ ഉയർന്നു കേൾക്കുന്നത് നമുക്ക് കാണാം. ഗുരുവിൻ്റെ സശരീരനായിരിക്കുമ്പോൾ ഗുരു പലതവണ രാമായണം വായിച്ചതായിട്ട്, ഒരു ദിവസം തന്നെ പലതവണ പാരായണം ചെയ്തിരുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ ഗുരു സ്വീകരിച്ചു വെച്ചിരിക്കുന്ന ഈ മഹനീയമായ ആദികാവ്യം ഭാരതത്തിൻ്റെ ഇതിഹാസ കാവ്യമാണ്. 2 ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്, രാമായണവും മഹാഭാരതവും. അതിൽ 1,00,000-ൽ പരം ശ്ലോകങ്ങളുള്ള മഹാഭാരതമാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഇതിഹാസ കാവ്യം. അത് ഭാരതത്തിൻ്റെതാണ്. ഇനി രാമായണം ആദികാവ്യവും ആദികവി വാൽമീകിയും ആദികാവ്യം രാമായണവുമാകുന്നു. അതിൽ 24,000 ശ്ലോകങ്ങളും 7 കാണ്ഡങ്ങളും ആയി രചിച്ച രാമായണം ഈ ലോകത്ത് പർവ്വതങ്ങളും നദികളും നിലനിൽക്കുന്നിടത്തോളം കാലം രാമായണ കഥയും പ്രചരിക്കുമെന്ന ഉക്തി പണ്ടുമുതലേ ഋഷിമാർ പറഞ്ഞു വെച്ചതാണ്. യാവത് സ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യന്തി. ഈ ലോകത്ത് നദികളും പർവ്വതങ്ങളും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം രാമായണ കഥയും പ്രചരിക്കുമെന്ന വാക്കിന് ഇന്നും ഈ കലിയുഗത്തിലും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം യാതൊന്നാണോ അതിൽ സത്യമായിട്ടുള്ളത്, ആ സത്യം ധർമ്മവും എന്നും ജയിക്കുമെന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനിന്നും ശോഭയേറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. ആദികവിയായ വാൽമീകി മലവേടനായിരുന്നു അല്ലേ? ആ മലവേടൻ മഹർഷിയായ കഥയാണ്. വേദനയെ വേദാന്തമാക്കി മാറ്റി. അന്നോളം മൃഗങ്ങളെ വേട്ടയാടിയും പിടിച്ചു പറിച്ചും മോഷണം നടത്തിയുമൊക്കെ ജീവിച്ചിരുന്ന ആ മലവേടൻ പക്ഷികളെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ആ അമ്പിൻ്റെ അറ്റത്ത് തൂവല് ചേർത്ത് അത് എഴുത്താണിയാക്കി മാറ്റിയപ്പോൾ, വേദനയെ വേദാന്തമാക്കി മാറ്റിയപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ഇതിഹാസമായി മാറിയത്. ഒരു മനുഷ്യൻ മലവേടനിൽ നിന്ന് ഉയർന്ന് മാമുനിയായി മാറിയ കഥ, അതിൻ്റെ തത്വമാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ട ആ ഒരു അവസ്ഥയാണ് അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം തലമുറകളായി പകർന്നു നൽകേണ്ട നന്മ എന്നാണ് അർത്ഥം. അപ്പോൾ രാമനും കൃഷ്ണനുമൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നാം അറിയേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധൂകരിക്കേണ്ട ആ ലക്ഷ്യത്തെ പറഞ്ഞു തരാനാണ്. അത് കഥാരൂപത്തിലായിക്കൊള്ളട്ടെ കാവ്യരൂപത്തിലായിക്കൊള്ളട്ടെ മനുഷ്യനിൽ പരിവർത്തനം സാധ്യമാകുന്നതായിരിക്കണം. അത് തത്വം കഥകളിലൂടെ പറയുമ്പോഴാണല്ലോ നമുക്ക് മനുഷ്യ മനസ്സുകളിലേക്ക് എളുപ്പത്തിൽ അത് സന്നിവേശിപ്പിക്കാനായിട്ട് കഴിയുക. ഇപ്പോൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കേട്ടുണർന്നവരാണ് കേരളീയര്. ജാതിക്കും മതത്തിനും അപ്പുറം ഒന്നായി ചേർന്ന് അതിനെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അധ്യാത്മരാമായണം വരുന്നത് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ്. അതിന് പുരാണം എന്ന ഒരു പദവി കൂടിയുണ്ട്. ആ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ സംസ്കൃത ഭാഷയിൽ ഉള്ള അധ്യാത്മരാമായണത്തെ മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് തന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഭാഷാപിതാവ്, എഴുത്തിൻ്റെ അച്ഛൻ, എഴുത്തച്ഛൻ. അപ്പോൾ എന്തിനാണ് 14, 15, 16 നൂറ്റാണ്ടുകൾ ആണ് എഴുത്തച്ഛൻ്റെ കാലഘട്ടം എന്ന് ചരിത്രകാരന്മാർ വിവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒന്ന് നമുക്കറിയാം, ഗുരുവിന് തൊട്ട് മുൻപുള്ള കാലഘട്ടമായിരുന്നു ആ ഗുരുവിൻ്റെ കാലഘട്ടം, എഴുത്തച്ഛൻ്റെ കാലഘട്ടം. ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ജാതിമത ഭേദ ചിന്തകൾ കൊണ്ട് സമൂഹം എത്ര കലുഷിതമായിരുന്നു. എല്ലാവർക്കും ഈശ്വരഭജനത്തിനുള്ള അധികാരവും അവകാശവും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ എഴുത്തച്ഛൻ്റെ കൃതികൾ, എഴുത്തച്ഛൻ ഇതിനെ, ഈ വാൽമീകിയുടെ രാമായണത്തെ, അതിൽ വാൽമീകി രാമനെ എല്ലാ ധർമ്മനിഷ്ഠനായ ഒരു രാജാവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞത്. ഒരു ധർമ്മം, ഒരു ശരീരം സ്വീകരിച്ച് നടന്നു നീങ്ങിയതാണ് രാമൻ എന്നാണ് വാൽമീകി മഹർഷി പറഞ്ഞതെങ്കിൽ എഴുത്തച്ഛൻ അതിനെ, രാമനെ
പരബ്രഹ്മ സ്വരൂപനായിട്ടാണ് ഭക്തിയോടെ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ ജാതിഭേദം കൊണ്ട് കലഹിച്ചിരുന്ന മനുഷ്യനെ ആത്മീയമായ തത്വങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് പരമാത്മമായ ചൈതന്യത്തിലേക്ക് ഉയർത്തുക, ജനങ്ങളെ ഒന്നാക്കുക എന്ന ലക്ഷ്യം ആ ഗുരുവിനുണ്ടായിരുന്നു. അതിനുശേഷം വന്ന മഹാഗുരു അതിന് നമുക്ക് പറഞ്ഞതെല്ലാം നമുക്ക് ലക്ഷീകരിച്ച് തരികയും ചെയ്തു. അപ്പോൾ ഗുരുക്കന്മാർ പരസ്പരം പൂരകങ്ങളാണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. അപ്പോൾ രാമായണത്തിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒത്തിരി ധാർമ്മിക മൂല്യങ്ങളും ആധ്യാത്മിക മൂല്യങ്ങളും അടങ്ങിയിരിക്കുന്ന അതിൻ്റെ ഒരു കലവറ തന്നെയാണത്. ആരെ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. രാമനെ സ്വീകരിക്കാം, രാവണനെ സ്വീകരിക്കാം. സന്മാർഗത്തിലൂടെ നടന്നു നീങ്ങിയാൽ രാമൻ ആരൊക്കെയാണ് കൂട്ടായി ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാം, അല്ലെ? മരഞ്ചാടികള്, അണ്ണാറക്കണ്ണൻ, പക്ഷികള്, വാനരന്മാര്, സകല ജീവജാലങ്ങളും സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കൂട്ടായി ഉണ്ടാകുമെന്ന് രാമന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം ഉണ്ടായിട്ടും പ്രജാപതിയായ പുലസ്ത്യന്റെ മകനായ വിശ്രവസ് എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ മകൻ, കേകസി എന്ന രാക്ഷസിയുടെയും മകനാണ് രാവണൻ. ബ്രാഹ്മണ്യത്തിലാണ് ജനനം, എന്തുകൊണ്ടും ശ്രേഷ്ഠൻ, വീണയിൽ അഗ്രഗണ്യൻ, സംഗീത വിശാരദൻ, ശാസ്ത്രപാരംഗതൻ, സാമവേദത്തിന്റെ പണ്ഡിതൻ, കരബലം കൊണ്ടും കുലമഹിമ കൊണ്ടും മഹത്വകൊണ്ടും രാമനേക്കാൾ ശ്രേഷ്ഠൻ രാവണൻ. പഞ്ചസ്ത്രീരത്നങ്ങളിൽ ഒന്നായ മണ്ഡോദരിയാണ് ഭാര്യ. എല്ലാം ഉണ്ടായിട്ടും എന്തേ പരാജയപ്പെട്ടു? നാം പഠിക്കണം. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ വിജയിച്ച രാമനേക്കാൾ നാം മനസ്സിലാക്കേണ്ടത് രാവണനെയാണ്. എല്ലാം ഉണ്ടായിട്ടും എന്താണ് പരാജയപ്പെടാൻ കാരണം? വിദ്യ നേടിയത് ഗുരുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നാണ്, ഗുരുവിൽ നിന്ന് ബലം പിടിച്ചാണ് വിദ്യ നേടുന്നത്. ദൗർഭാഗ്യങ്ങളിൽ ഒന്ന്. അടുത്തത്, എത്രയോ സ്ത്രീകളെ ഉപദ്രവിച്ചിരിക്കുന്നു. അനേകം ഗുണങ്ങളിൽ രാവണനെ താഴ്ത്തിക്കളഞ്ഞ ചില ഗുണങ്ങളാണ് ചില ദുർഗുണങ്ങളാണ് പറയുന്നത്. ഇന്ന് ജന്മം തന്നെ മര്യാദയില്ലാത്ത ദാമ്പത്യം എന്നുവെച്ചാൽ ഒരു സന്ധ്യാവേളയാണ് ആ സംഭോഗത്തിനായി വിശ്രവസും കേകസിയും തിരഞ്ഞെടുത്തത്. കേകസിയുടെ നിർബന്ധമാണ്. ആ സമയത്ത് നിമിത്ത ശാസ്ത്രങ്ങൾ അറിയാവുന്ന വിശ്രവസ് പറയുന്നുണ്ട്, ഇത് ശരിയായ സമയമല്ല എന്ന്. പക്ഷേ ഒരു ശ്രീനാരായണ ധർമ്മത്തില് നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്, ഒരു സന്താനത്തെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ശ്രീനാരായണ ധർമ്മം പഠിക്കുന്നവരാണ്, അതിനെക്കുറിച്ച് വിശദമായി പറയേണ്ട ആവശ്യമില്ല. ഒരു സത്സന്താനത്തെ ആഗ്രഹിച്ചുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചു ചേരേണ്ട ദിവ്യമായ മുഹൂർത്തം ഏതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പർവ്വകാലങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന്, അല്ലെ? അവിടെയൊക്കെ അത് ഉപേക്ഷിക്കാതെ വരുമ്പോൾ സംഭവിക്കുന്നത് കുലാന്തകന്മാരായ മക്കളുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് പഠിക്കേണ്ടതുണ്ട്. ഒത്തിരി കുടുംബങ്ങളുടെ കഥയുണ്ട് രാമായണത്തിൽ, നിരവധി കുടുംബങ്ങൾ. അതായത് രാജകുടുംബമുണ്ട്, ദശരഥന്റെ രാജകുടുംബമുണ്ട്, ദശരഥനും രാമനും ലക്ഷ്മണനും ഒക്കെ ഉൾപ്പെട്ട രാജകുടുംബം, വസിഷ്ഠനും വിശ്വാമിത്രനും അഗസ്ത്യനും ഒക്കെ ഉൾക്കൊള്ളുന്ന മുനി കുടുംബം, സമ്പാദിയും ജഡായുവും ഒക്കെ ഉൾപ്പെടുന്ന പക്ഷികുലം, ഹനുമാനും സുഗ്രീവനും ബാലിയൊക്കെ ഉൾക്കൊള്ളുന്ന വാനരകുലം, രാവണനും വിഭീഷണനും കുംഭകർണനും ഒക്കെ ഉൾക്കൊള്ളുന്ന രാക്ഷസകുലം, അല്ലെ? ഓരോ കുലത്തിൽ നിന്നും നമുക്ക് പെറുക്കിയെടുക്കുവാനും തള്ളിക്കളയാനും ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കേണ്ടത്. ഇതിൻ്റെ സത്തയാണ്. എന്താണ് മനുഷ്യൻ അറിഞ്ഞ് അവൻ്റെ ജീവിതത്തിന് പ്രകാശം ചൊരിയാനാകുന്നത്? ആ സതുപദേശമാണ് നമ്മൾ എടുക്കേണ്ടത്. രാമായണത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആദ്യം തന്നെ 14 വയസ്സ് പ്രായമായ സമയത്താണ് രാമനെ ലക്ഷ്മണന്മാരെയും യാഗരക്ഷയ്ക്ക് വേണ്ടി വിശ്വാമിത്ര മഹർഷി കൊണ്ടുപോകാനായിട്ട് ദശരഥ കൊട്ടാരത്തിലേക്ക് ആദ്യം അങ്ങേക്ക് എല്ലാം സാധിച്ചു തരാമെന്ന് പറഞ്ഞ ദശരഥൻ മഹാരാജാവ് കാര്യം കേട്ടപ്പോൾ തെല്ലൊന്ന് പേടിച്ച് സിംഹാസനത്തിൽ മോഹാലസ്യപ്പെട്ട് വീഴുന്നുണ്ട്. കാരണം
അതിഭയങ്കരന്മാരായ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാറായിട്ടില്ല കുമാരന്മാർ. അസ്ത്രവിദ്യാ പാരംഗതരല്ല, അസ്ത്രബലം കരഗതമായിട്ടില്ല. രാവണനോട് യുദ്ധം ചെയ്യാൻ ദേവന്മാർക്ക് പോലും ഭയമാണ്. മായായുദ്ധം ചെയ്യുന്നവരാണ് അവര്. ഞാൻ വരാം എൻ്റെ അശോകനിയോടൊപ്പം, അവരെ കൊണ്ടുപോകരുതേ എന്ന് പറയുമ്പോൾ വിശ്വാമിത്ര മഹർഷി പറയുന്നുണ്ട്, അങ്ങ് വാക്ക് തന്നതാണ്, പാലിക്കണമെന്ന്. അപ്പോൾ വസിഷ്ഠൻ പറയുന്നുണ്ട്, വിളിക്കുന്നത് വിശ്വാമിത്രനാണ്, ധൈര്യമായി പറഞ്ഞു വിട്ടോളൂ. ഇവിടെ നമ്മൾ ഇത് പറഞ്ഞത് എന്തിനാണ് എന്നാൽ, ഒരു ഗുരുവിന് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നയിക്കാനും അവന്റെ ജീവിതത്തിൽ വെളിച്ചമാകേണ്ട കർമ്മങ്ങളിലേക്ക് അവനെ നയിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് വിശ്വാമിത്രൻ എത്തിയിരിക്കുന്നത്. അവിടെ വിശ്വാമിത്ര മഹർഷിക്കറിയാം, യാഗരക്ഷ ചെയ്യാനും ത്രികാലങ്ങളെ അറിയുന്ന അതീവ തേജസ്വിയായ ആ മുനിക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല. പക്ഷെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, രാമന്റെ അവതാര കൃത്യനിർവഹണത്തിന് സഹായിക്കുക, അതിലേക്ക് കൈപിടിച്ച് നടത്തുക എന്ന ഉദ്ദേശം കൂടി വിശ്വാമിത്ര മഹർഷിക്കുണ്ട്. കാരണം കൊട്ടാരത്തിലെ വാത്സല്യങ്ങളും സുഖഭോഗങ്ങൾ രാമൻ അനുഭവിക്കുന്നില്ല, അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ കൊട്ടാര സദൃശമായ ജീവിതവും സ്നേഹവാത്സല്യങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയ രാമന് തൻ്റെ അവതാര കൃത്യനിർവഹണത്തിന് സാധ്യമാകുകയില്ല. അതുകൊണ്ട് രാമനെ കൈപിടിച്ച് പുറത്തേക്ക് നയിക്കുകയാണ്. പോകുന്ന വഴി രാമന് നിരവധി അസ്ത്രവിദ്യകൾ പകർന്നു കൊടുക്കുന്നുണ്ട്, ബല അബല മന്ത്രം പകർന്നു കൊടുക്കുന്നുണ്ട്, നിരവധി ദിവ്യമായ അസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആ ഒരു മുനി ഏതാണോ ലക്ഷ്യം അതിലേക്ക് പിടിച്ച് നയിക്കുന്നത് കാണാം. മാസങ്ങളോളം വിശപ്പും ഉറക്കവും ദാഹവും ഒന്നുമില്ലാതെ കഴിയാൻ സാധിക്കുന്ന ബല അബല മന്ത്രം, അങ്ങനെ ധാരാളം യുദ്ധതന്ത്രങ്ങൾ, ഇതൊക്കെ ആ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ യാഗരക്ഷയ്ക്ക് ശേഷം അപ്പോൾ വസിഷ്ഠൻ ആശ്വസിപ്പിച്ചത് കൊണ്ടാണ് ദശരഥ മഹാരാജാവ് അടങ്ങുന്നത്. തൻ്റെ മകനെ ആ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ഒരു രാജാവെന്ന നിലയിൽ നാളെ രാജ്യം ഭരിക്കുമ്പോൾ നേടേണ്ട ആ ധീരത്വവും ആ ഊർജവും പകർന്നു കൊടുക്കാനാണ് കൊണ്ടുപോകുന്നത്. യാഗരക്ഷ ചെയ്യുന്നു, അസുരന്മാരെ വധിക്കുന്നു, അഹല്യയെ ശാപമോക്ഷം കൊടുക്കുന്നു, താടകയെ വധിക്കുന്നു. തിരിച്ച് ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ദിവ്യമായ ത്രയംബകത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതും ഒരു ഗുരു കൈപിടിച്ച് നയിക്കുന്നത് തന്നെയാണ്. അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട്, ആ പരീക്ഷണത്തിൽ അവിടെ ചെല്ലുമ്പോഴാണ് പറയുന്നത്, സീതയെ ഈ ത്രയംബകം എടുത്ത് കുലച്ച് അത് ഒടിക്കുന്നവർക്കാണ് സീതയെ പരിണയം ചെയ്ത് കൊടുക്കുന്നത്. കഥയല്ല, കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഥ പറയുന്നത് കാര്യം പറയാനാണെന്ന് കരുതണം. അപ്പോൾ വിശ്വാമിത്ര മഹർഷി അതിന് അനുവാദം കൊടുക്കുന്നുണ്ട്, ചെയ്തുകൊള്ളൂ. അപ്പോൾ രാമൻ ആ പരീക്ഷണം വളരെ വിജയകരമായി അത് പൂർത്തിയാകുന്നുണ്ട്. പിന്നീട് വിവാഹത്തിനുള്ള സമയമാണ്. ആ സമയത്ത് വിശ്വാമിത്ര മഹർഷി ജനകനോട് പറയുന്നുണ്ട്, കത്തെഴുതണം, ഒരു സംശയവും വരാത്ത രീതിയിൽ ഭംഗിയായി വൃത്തിയായി എല്ലാം എഴുതി ദശരഥ മഹാരാജാവിനെ അറിയിക്കണം, വിവാഹത്തിന് ക്ഷണം. അപ്പോൾ നോക്കൂ, ഒരു കുഞ്ഞിൻ്റെ ഒരു ജീവൻ ശ്രേഷ്ഠമായ കർമ്മം തന്നെയാണ് വിവാഹം എന്നുള്ളത്. നമ്മൾ ഗാർഹസ്ഥ്യധർമ്മം, ശ്രീനാരായണ ധർമ്മം പഠിക്കുന്നതാണ്. അതിലേക്ക് ഒരു കുഞ്ഞിന്റെ വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പ്രഥമ പരിഗണന ഒരു ഗുരുവിനാണ്. നമ്മൾ കണ്ടോ, ഞാൻ ആ രീതിയിലാണ് ചിന്തിക്കുന്നത്, ഗുരുവിനാണ്. എന്നിട്ട് വിവാഹ ക്ഷണക്കത്തയക്കുകയാണ് പിതാവിന്. അവിടുന്ന് വരുന്നുണ്ട്, അഗ്നിമാൻ ഉപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാം അരുന്ധതിദാനുമായി പുറപ്പെട്ടു. അവിടെ വരുന്നവരിലെ, ആ വിവാഹത്തിന് പങ്കെടുക്കാനായി വരുന്നവരിലെ ഗുരു ശ്രീനാരായണ ധർമ്മത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നു, ഒരു വിവാഹത്തിൽ പങ്കെടുക്കേണ്ടവരാരൊക്കെയാണ്, നിർബന്ധമായും പങ്കെടുക്കേണ്ടവര്, അതിൽ കുറവ് വരുവാൻ പാടുള്ളതല്ല, അല്ലെ? വേദാൻ അധീത്യ നിഖിലാൻ തത്തദാചാര്യ കൽപ്പിതാൻ പിത്രോഹോ ഗുരോഹോ ച അനുമത്യ സ്നാതഃ സാതു ഗൃഹീതവാൻ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. എന്നിട്ട് ആരൊക്കെ വേദങ്ങൾ വിധിപ്രകാരം ആ ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിന് ശേഷം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുമ്പോൾ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ
അനുഗ്രഹത്തോടുകൂടി ആശീർവാദത്തോടുകൂടി വേണം ശ്രേഷ്ഠാശ്രമമായ ഗാർഹസ്ഥ്യ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് പറയുന്നു. 10 പേര് നിർബന്ധമായും പങ്കെടുക്കണം. 10 പേരേ പാടുള്ളൂ എന്നല്ല, അവർ ഉണ്ടായിരിക്കണം. അതിൽ കുറയാൻ പാടുള്ളതല്ല എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്, അല്ലേ? വരൻ്റെയും വധുവിൻ്റെയും മാതാപിതാക്കൾ 4 പേരായി, വരൻ്റെയും വധുവിൻ്റെയും ഓരോ സഹപാഠികൾ 2 പേരായി, 4 2 6 പേരായി, അല്ലേ? വരൻ്റെയും വധുവിൻ്റെയും കൂട്ടുകാർ 2 മിത്രങ്ങൾ 8 പേരായി, പുരോഹിതനും ഗുരുവും, അല്ലേ? ഇവിടെ ഈ വിവാഹത്തിന് വന്നവരുടെ കൂട്ടത്തിൽ അഗ്നിമാനുണ്ടായിരുന്നു, പുരോഹിതനുണ്ടായിരുന്നു, വസിഷ്ഠനുണ്ടായിരുന്നു, പത്നിയോടൊപ്പം വസിഷ്ഠനുണ്ടായിരുന്നു, സഹപാഠികളുണ്ടായിരുന്നു, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, അമ്മമാരും ഉണ്ടായിരുന്നു, സഹോദരങ്ങളുണ്ടായിരുന്നു, അല്ലേ? ഇപ്പൊ ഭാരതീയ കുടുംബങ്ങളിൽ നിലനിന്നിരുന്ന പരസ്പര ബന്ധങ്ങളും വിവാഹമെന്ന ശ്രേഷ്ഠമായ കർമ്മത്തിന് ആ കൊടുത്തിരിക്കുന്ന പവിത്രതയുമെല്ലാം രാമന്റെ വിവാഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി കഥയിലേക്ക് വരുമ്പോൾ, രാമായണത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ഗുരുവിൻ്റെ ദർശനത്തോട് ചേർത്ത് വെക്കാവുന്ന ഭാഗമാണ് ലക്ഷ്മണ ഉപദേശം രാമായണത്തിൽ. ഒരു വട്ടം വായിച്ചാൽ ഓരോ വരികളിലൂടെയും കടന്നു പോകുമ്പോൾ ഗുരുവിൻ്റെ ദർശനം അതിൽ ഓരോന്നും മിന്നി മറയുന്നു നമ്മളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അഭിഷേകത്തിന് തടസ്സം വന്നു. അതിനു മുമ്പ് നാം അറിയണം, 14 വയസ്സിൽ സത്യമറിഞ്ഞു രാമൻ. ഇപ്പോൾ ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഈ പുണ്യമായ ഈ സത്സംഗത്തിലേക്ക് സമാഗതരായിരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ആത്മീയമായ വെളിച്ചം കടന്നവരാ. അല്ലാത്തവർക്ക് ഈ സമയത്ത് ഇതിൽ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഓരോ ക്ലാസ്സിലും അറിയാതെ എന്നിൽ നിന്ന് വന്നു പോകുന്നതാണത്. അപ്പോൾ അങ്ങനെ 14-ാമത്തെ വയസ്സിൽ സത്യമറിഞ്ഞു രാമൻ. ചോദിച്ചു തുടങ്ങി, ഇവിടെ എന്തുണ്ട് സത്യം? ഇവിടെ എന്താ സത്യമുള്ളത്? കുമാരൻ ഊർജ്ജസ്വലനല്ല, എപ്പോഴും മ്ലാനവദനാണ്, വിരക്തി വന്നിരിക്കുന്നു ആ ജീവിതത്തിൽ. അപ്പൊ വിശ്വാമിത്രൻ അതൊക്കെയാണ് കൊണ്ടുപോകാൻ കാരണം. അപ്പൊ ചോദിക്കുന്നുണ്ട്, അങ്ങ് എന്താണ് ഇത്രയും മ്ലാനവദനായി നിർവികാരനായി ഒരു മുനിസദൃശമായ മൗനത്തോടുകൂടി ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ ഈ ലോകത്തെ കണ്ടു, രാജ്യമെമ്പാടും രാജ്യം നടന്നു കണ്ടു, ധനവാന്മാരെ കണ്ടു, ദരിദ്രരെ കണ്ടു, എല്ലാവരും അജ്ഞര് തന്നെ, അറിയേണ്ടത് അറിയുന്നേ ഇല്ല. പറയാണ് ഗുരു നമ്മോട് പറഞ്ഞ പോലെ തന്നെ, അറിയേണ്ടത് അറിയുന്നേയില്ല. അപ്പൊ പറയാണ്, കുമാരന്റെ യൗവനപ്രായമാണ്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, മുനിയുടെ കാലം സന്യാസാശ്രമത്തിന് സമയമായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാമൻ പറയുക, ഈ യൗവനവും അങ്ങ് ഒഴുകിപ്പോകും, ഈ യൗവനവും അങ്ങ് പെട്ടെന്ന് കടന്നു പോകും, അല്ലേ? ആ യൗവനാവസ്ഥയിൽ പോലും വിരക്തമായിരുന്നു വസിഷ്ഠ മുനിയിൽ നിന്ന് തത്വോപദേശം കേട്ട് തത്വമറിഞ്ഞ് ശ്രീരാമചന്ദ്രന് അടവിയാണെങ്കിലും അയോധ്യയാണെങ്കിലും സമത്വം. ഒട്ടും അവിടെ വിഷമകരമായ ഒന്നുമില്ല. സത്യമറിഞ്ഞവര് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയാണ് എന്ന് രാമനും ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ സത്യമറിഞ്ഞ രാമൻ അഭിഷേക വിഘ്നം സംഭവിച്ചപ്പോൾ രാമന് യാതൊന്നും തന്നെ തോന്നിയില്ല എന്നുള്ളതാണ്. യോഗവാസിഷ്ടം 32,000 പര ശ്ലോകങ്ങളോടുകൂടി വാസിഷ്ഠൻ രാമൻ ഉപദേശിക്കുന്ന യോഗവാസിഷ്ടം അഥവാ ജ്ഞാനവാസിഷ്ടം മഹാഗുരുവിൻ്റെ മഹാസമാധി വേളയോടടുത്തു വരെ ഗുരു അത് വായിച്ചു കേട്ടിരുന്നു. ആ ദർശനം, അല്ലേ? അതിന് മീതെ വെക്കാനുള്ള ഒരു ആധ്യാത്മിക ഗ്രന്ഥം ഇല്ലെന്ന് തന്നെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. യോഗവാസിഷ്ടം രാമന് വസിഷ്ഠൻ തത്വോപദേശം ചെയ്ത കൃതിയാണ്. അത് വാത്മീകി രാമായണം പഠിക്കണമെങ്കിൽ യോഗവാസിഷ്ടവും കൂടി പഠിച്ചിരിക്കണമെന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അഭിഷേകത്തിന് തടസ്സം സംഭവിച്ചു. ലക്ഷ്മണകുമാരൻ അജ്ഞാനിയാണ് ശരിക്കും. ആ സമയത്ത് വളരെ ക്രോധാവേശം മോഹാവേശം കൊണ്ട് അയോധ്യ മുഴുവൻ കത്തിച്ചു കളയാനുള്ള ക്രോധത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠൻ്റെ മുന്നിലേക്ക് വരികയാണ്. ഞാൻ സ്ത്രീജിതനും ഭ്രാന്തനുമൊക്കെയായ പിതാവിനെ പിടിച്ചു കെട്ടിയിട്ട് അങ്ങയുടെ അഭിഷേകം ഞാൻ നടത്തിത്തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ
പുഞ്ചിരിയോടുകൂടി പറയാണ്, വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. ആദ്യം പറയാ, വത്സ മകനെ, കുമാര, സൗമിത്രേ, നിന്റെ അമ്മ, ആ അമ്മയെ ഏറ്റവും പവിത്രമായ സ്ഥാനം കൊടുത്തുകൊണ്ട് അമ്മയുടെ പേരിലാണ് മകൻ അറിയപ്പെട്ടത്. സുമിത്രയുടെ മകനെ, സൗമിത്രേ. സുമിത്രയുടെ സ്വഭാവം സൗമ്യഭാവമാണ്. നിനക്ക് എന്താണ് ഇത്ര ക്രോധം, എന്താണ് ഇത്ര മതം? നീ കേൾക്കൂ, ഞാൻ പറയുന്നത് ശാന്തമായി കേൾക്കൂ. ഒരു ഗുരു ഉപദേശം ചെയ്യുമ്പോൾ ശിഷ്യന്റെ മനസ്സ് ശാന്തമായിരിക്കണം, ശീതളമയുണ്ടായിരിക്കണം. ഇന്തോഹോ അന്തശീതളത, ചന്ദ്രനെ പോലെ ആ അന്തശീതളത ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നീ കേൾക്കൂ, ആദ്യം മത്സരം വെടിയോ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ്, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കിൽ നീ. നീ എനിക്ക് എന്താ നേടിത്തരാൻ പോകുന്നത്? നീ പറഞ്ഞതെല്ലാം സാധിക്കുമെന്ന് എനിക്കറിയാം. കാരണം നിന്നോളം വാത്സല്യം എന്നോട് ആർക്കുമില്ല എന്ന് എനിക്കറിയാം. എന്നോടുള്ള വാത്സല്യം കൊണ്ടാണ് നീ ഇതൊക്കെ പറയുന്നത്. പക്ഷേ നീ ഓർക്കൂ, നീ എനിക്ക് നേടിത്തരാൻ പോകുന്ന രാജകീയമായ സുഖഭോഗങ്ങൾ എത്ര കാലത്തേക്ക്? ഒന്നും വേണ്ട, ഈ ഇരിക്കുന്ന ശരീരം എത്ര നേരത്തേക്ക്? നീ ചിന്തിക്ക്. ഒരു ഇടിമിന്നലിന്റെ ആ ഒരു മിന്നൽ പിണറിന്റെ ആ ഒരു ക്ഷണികത മാത്രമേ ആ ജീവിതങ്ങൾ ഈ ശരീരത്തിനും ഉള്ളൂ, ഈ ഭൗതികതയ്ക്കും സുഖഭോഗങ്ങൾക്കും ഉള്ളൂ. അതാണോ നീ എനിക്ക് നേടിത്തരാൻ പോകുന്നത്? നമ്മൾ പോകാൻ പോകുന്നത് വനത്തിലേക്കാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ആ മനസ്സിൽ കൊട്ടാരത്തിന്റെ കലഹങ്ങളില്ലാതെ, യുദ്ധങ്ങളില്ലാതെ ശാന്തമായി ഇരിക്കാൻ പറ്റിയ പുണ്യമായ ഇടത്തിലേക്കാണ് പോകുന്നത്. അതിലും വലിയൊരു ഇടമുണ്ടോ? അതിന് നീ എനിക്കിവിടെ നേടിത്തരാൻ പോകുന്നത് രാജകീയ സുഖഭോഗങ്ങളാണ്, അല്ലേ? അത് ഈ ശരീരവും വേഗത്തിൽ നഷ്ടപ്പെട്ടു പോകും. കടലിലെഴും തിര പോലെ കായമോരോന്നുടനുടനേറി ഉയർന്ന അമർന്നിടുന്നു. ഗുരു അതിനെ പറഞ്ഞു തന്നതാ. ഒരു കടല്, ശാന്തമായ ഒരു കടല് സങ്കല്പിച്ചാൽ അതിലേക്കൊരു തിര വരുമ്പോൾ ആ തിരയാകുന്നതിന് മുമ്പ് അത് വെള്ളമായിരുന്നു. ഒരു ഇത്തിരി സമയം ആ വെള്ളമൊന്ന് തിരയുടെ രൂപത്തിലാക്കിയിട്ട് നേരെ അത് തിരിച്ച് കടലായി തന്നെ മാറുന്നു. ആ ഇത്തിരി സമയത്തെ ആ ഒരു തിരയുടെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിന്, അല്ലേ? ശരീരവും നീർക്കുമിള പോലെ നിലയേറ്റതാകുന്നു. കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല. ശരീരവും നീർക്കുമിള പോലെ നിലയേറ്റതാകുന്നു. ലക്ഷ്മണോപദേശത്തിൽ ഗുരുവിൻ്റെ കുറ്റുവരി കൊണ്ട് ആ ലക്ഷ്മണോപദേശം മുഴുവനും സത്ത നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞത് മറന്നു പോകരുത്. നമ്മുടെ പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ച് ഇടം വെച്ചിട്ട് ഈ പുണ്യഗ്രന്ഥങ്ങളുടെ കൂടെ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ആ ഗുരുവിൻ്റെ കൃതി എടുത്തു കൊണ്ടുപോയി ഏതെങ്കിലും പഠനമുറിയിൽ മേശപ്പുറത്തായിരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത്. ചെയ്യരുത്. ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം സത്ത, പുരാണ ഇതിഹാസങ്ങളുടെയും വേദത്തിൻ്റെയും സത്ത എടുത്തിട്ട് 64ഓളം കൃതികളിലാക്കി ഒരു ചിമിഴിലാക്കി നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന അമൃതനിധി ആ പൂജാമുറിയിലെ ഏറ്റവും പുണ്യമായ ഇടത്ത് തന്നെ ആവണം വെക്കേണ്ടത്. കാരണം അതിലെ ഓരോ വചനങ്ങളും നമ്മൾ മറ്റൊരു ഗ്രന്ഥവും പഠിച്ചില്ലെങ്കിലും അത് ഈ ജന്മത്തിൽ നമുക്ക് പഠിക്കാൻ, ഒരെണ്ണമെങ്കിലും അർത്ഥമറിഞ്ഞ് പഠിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം അങ്ങ് സാർത്ഥകമായി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു, ഒന്നുണ്ടു നേരല്ലിതൊന്നും മർത്യർക്ക്, സത്യവും ധർമ്മവും വേണം, ആയുസ്സും നിൽക്കുകില്ലാർക്കും ഓർക്കുക. ഒരു പറഞ്ഞു തന്നതല്ലേ? രാമനുവിൻ്റെ ഉപദേശങ്ങളുടെ സത്തയാണത് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഒരേ ഒരു നേരേ ഉള്ളൂ, അത് ഏകാത്മകമായ ആ ഈശ്വരനാണ്. നേരല്ലിതൊന്നും വിശ്വസിക്കരുത്, പൊയ്യാണിത്. ഈ ശരീരവും നമ്മൾ കാണുന്നതെല്ലാം അനുനിമിഷം ചലിച്ച് മറയുന്നതാണ്. അതുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നിടത്തോളം കാലം സത്യവും ധർമ്മവും വെടിഞ്ഞ് ജീവിക്കാൻ പാടില്ല. ആയുസ്സും നിൽക്കുകില്ലാർക്കും ഓർക്കുക എന്ന് ഗുരു ഉറപ്പിച്ച് പറഞ്ഞു തന്നു നമുക്ക്. പിന്നെ രാമൻ പറയാ, പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കിൽ നീ. നമ്മളിപ്പോൾ ജീവിക്കാൻ പോകുന്നത്, നീ എന്നെ കൊണ്ടിരുത്താൻ പോകുന്നത് സിംഹാസനത്തിലാണ്, രാജകീയ പദവിയിലാണ്.
അവിടെ പുത്രന്മാരുണ്ടാവും, ഭാര്യയുണ്ട്, പുത്രനുണ്ട്, ബന്ധുക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഈ ലോകത്ത് അതിൻ്റെ സ്ഥിതി എന്താ? പുത്ര മിത്ര അർത്ഥ കളത്രം. പുത്രനും ബന്ധുക്കളും സമ്പത്തും ഭാര്യമാരെല്ലാം എത്രയും അല്പകാലസ്ഥിതമോർക്കിൽ നീ. വളരെ കുറച്ചു കാലം. നമുക്കിവിടെ പ്രാർത്ഥന ചൊല്ലിപ്പോ പറഞ്ഞു, ജനകനുമമ്മയും ആത്മസഖി പ്രിയജനവുമടുത്തയൽവാസികളും വിന ജനനമെടുത്തുമരിച്ചിടുമെപ്പോഴും തനിയേരിപ്പതിനേതരമായി വരൂ. അല്ലേ? ഇപ്പം ജനനമെടുത്തു മറഞ്ഞു പോകുന്നവരാണ് ജനകനും അമ്മയും ആത്മസഖിയും പ്രിയ മിത്രങ്ങളും എല്ലാം എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നു. അല്ലേ? നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്തൊരു കരച്ചിലാണ്. എത്ര പറഞ്ഞു തന്നാലും നമ്മളിവരെ ഏകരായിട്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നത്. തിരിച്ചു പോകുമ്പോഴും ഏകര് തന്നെ. പാന്തർ പെരുവഴി അമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും. അല്ലേ? അങ്ങനെ അവിടെ രാമായണത്തിലും അങ്ങനെ പറയുന്നുണ്ട്. ഒരു വഴിപോക്കര് വഴി അമ്പലത്തിൽ യാത്ര ചെയ്ത് ക്ഷീണിച്ച് കുറച്ച് സമയം പല ദിക്കിൽ നിന്ന് വന്നവർ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഒരു രാത്രി അവിടെ തങ്ങി പിറ്റേ ദിവസം പ്രഭാതത്തിൽ പല വഴികളിലായി പിരിഞ്ഞു പോകുന്നത് പോലെ പല സമയങ്ങളിലായി ഒരു കുടുംബത്തിലേക്ക് വന്ന് എല്ലാവരെയും ചേർത്ത് കോർത്തുകൊണ്ടൊരു കുടുംബത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ പല സമയങ്ങളിൽ വന്നു, പല കാലങ്ങളിലായിട്ട് പിരിഞ്ഞു പോകുന്നു. ഒരു പെരുവഴി അമ്പലം, അത്രയേ ഉള്ളൂ. അതൊക്കെ ആസക്തി വിട്ടുകൊണ്ട് ഈ ലോക ജീവിതത്തെ കാണാൻ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് അതാണ് പറയുന്നത് പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എന്ന് പറഞ്ഞതും പാന്തർ പെരുവഴി അമ്പലം തന്നിലെ എന്ന ലക്ഷ്മണോപദേശവും വന്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിപം മർത്യജന്മം ക്ഷണഭങ്കുരം ഒക്കെ ഗുരുവിൻ്റെ കൃതികളിലെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, നേരല്ലിതൊന്നും ഒന്നുണ്ട് നേരല്ലിതൊന്നും. ഒരു വന്യ സന്തപ്ത ലോഹസ്താംബു ബിന്ദുന എന്ന് പറഞ്ഞാൽ ചൂടിലെ അഗ്നിയിൽ തപം ചെയ്തെടുത്ത ഒരു ലോഹം. ആ ലോഹത്തിലേക്ക് ഒരു തുള്ളി വെള്ളം ഒന്ന് വീണാൽ ഒരു നിമിഷം കൊണ്ട് അത് അപ്രത്യക്ഷമായി പോകും. അത്രയും ചഞ്ചലമാണ് മനുഷ്യജീവിതം. അങ്ങ് കടന്നു പോകും. അത് വളരെ വ്യക്തമായി ഗുരുദേവ കൃതികളിലെല്ലാം നമ്മളോട് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അവസാനം പറയാണ് ഇവിടെ ഒരു പാമ്പിൻ്റെ വായിലകപ്പെട്ട തവളയുടെ അവസ്ഥയാണ് നമുക്ക് എന്ന്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. ലക്ഷ്മണകുമാരനെ ഉപദേശിക്കുക. അതായത് ഒരു പാമ്പിൻ്റെ വായിലകപ്പെട്ട തവളയുടെ ശരീരം മുഴുവനും പാമ്പിൻ്റെ വായില കുറച്ചു ഭാഗമേ ഉള്ളൂ, തലയുടെ ഭാഗം മാത്രമേ വിഴുങ്ങാനുള്ളൂ. ശരീരം നശിക്കാൻ തുടങ്ങുകയാ. എന്നിട്ടും ആ ഇന്ദ്രിയ സുഖങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ആ നാവ് നീട്ടി ആ തവളയെ ആഹരിക്കാൻ തുടങ്ങുന്ന ആ തവളയുടെ പ്രാണിയെ ആഹരിക്കാൻ തുടങ്ങുന്ന തവളയുടെ സുഖഭോഗ തൃഷ്ണയുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ മനുഷ്യരും. കടന്നു പോകുന്ന ആ അവസാന നിമിഷം വരെ ഭോഗങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതാ പറഞ്ഞത് കാലാഹിനാ പരിഗ്രസ്തമാം ലോകം ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന സർപ്പത്തിന്റെ വായിലാ നമ്മളെന്ന് ആർക്കെങ്കിലും അറിയോ? നമ്മളിരിക്കുന്നത് ആ കാലമാകുന്ന സർപ്പം നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാ. ദിനം ദിനം ദിനേശനിന്ദുവെന്നു രണ്ടു കന്തുകം. അല്ലെ? ഉദിച്ചും അസ്തമിച്ചും കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അംശം പോയിക്കൊണ്ടിരിക്കുകയെന്ന് നമുക്ക് ഗുരു പറഞ്ഞു തന്നു. ആ കാലമാകുന്ന സർപ്പം നമ്മളെ എത്ര വിഴുങ്ങിയിട്ടുണ്ടെന്ന് ആർക്കറിയാം? കാലാണോ, വയറാണോ, വയറുവരെ എത്തിയോ, നെഞ്ചുവരെ എത്തിയോ, ഇനി തലയെ വിഴുങ്ങാനുള്ളോ? അറിയില്ല. അത് ജഗദീശ്വരന് മാത്രമേ അറിയുള്ളൂ. ആ കാലമാകുന്ന സർപ്പത്തിന്റെ വായിൽ പെട്ടിരിക്കുന്ന നാം ഇന്നും ആലോല ചേതസരായി ഭോഗങ്ങൾ തേടി ഇവിടെയെല്ലാം ശരിയാക്കാനിരിക്കുക. രാമായണം പോലെയുള്ള ഗ്രന്ഥങ്ങൾ നിഷേധിക്കുന്നവർ ഓർക്കുക, ഒരാൾക്കും ഇതിനെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന സത്യം മനുഷ്യ ജീവിതത്തിന് എക്കാലത്തേക്കും അടങ്ങുന്നതാണ്. കഥകൾ നിങ്ങൾ കളഞ്ഞേക്ക്. എത്രയോ ജീവിതത്തിൻ്റെ ദൗർഭാഗ്യങ്ങൾ ശ്രീരാമചന്ദ്രൻ അനുഭവിച്ചില്ലേ?
രാമനെ പരബ്രഹ്മസ്വരൂപമായി ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ആ പരബ്രഹ്മസ്വരൂപം വനവാസം മുതൽ പിന്നെ സീതാവിരഹം മുതൽ യുദ്ധം മുതൽ തിരിച്ചു വന്നിട്ട് ദുഃഖത്തിന് വല്ല കുറവുണ്ടോ? തിരിച്ചു വന്നിട്ട് ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിക്കുന്നു അല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു സമയം സമാധാനത്തോടു കൂടി ഇരുന്നിട്ടുണ്ടോ? പക്ഷേ അവിടെയൊക്കെ രാമൻ എങ്ങനെയാണ് ഇരുന്നത്? നമ്മളൊക്കെയാണ് ആർത്തലച്ച് ദുഃഖത്തിൽ പതിച്ചു പോയല്ലോ ഭഗവാനെ എന്ന് വിലപിക്കുമ്പോൾ ആ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടായിട്ടും സമബുദ്ധിയോടുകൂടിയാണ്. സമുദ്രസ്യൈവ ഗാംഭീര്യം, അലയടങ്ങിയ സമുദ്രം പോലെ ആ സ്ഥിരത. സ്ഥൈര്യം മേരോരിവ സ്ഥിതി, സുമേരുപർവ്വതം പോലെ ആ ഇരിപ്പ്. പദങ്ങൾ ചെവിക്കൊണ്ടും അതപ്പൂരുകൾ കണ്ടും മോദസ്ഥിരനായങ്ങു വസിപ്പൂമല പോലെ. ഗുരുക്കന്മാർ അങ്ങനെയാ അല്ലേ? എത്ര കലഹായമാനമായ സാഹചര്യങ്ങളിലും അവരുടെ ആ ഒരു ഇരിപ്പ്, കാരണം ആത്മസത്യത്തിലാണ് ഇരിപ്പ്. അതുകൊണ്ടാണ് ഈ കലഹങ്ങളൊന്നും ഏൽക്കാത്തത് അവരെ. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ അനുഭവിക്കാത്തതൊന്നുമില്ല. പക്ഷേ നാമും രാമനും അവിടെയാണ് വ്യത്യസ്തരാകുന്നത്. രാമൻ എങ്ങനെ അത് അനുഭവിച്ചു? ആ ഒരു സ്ഥൈര്യം ആത്മതത്വത്തിൻ്റെ അടിത്തറയാണ്. അപ്പോൾ ആത്മീയമായ അറിവിലേക്ക് ഉണരുന്നവർക്ക് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്ത് ഈ ജീവിതത്തെ ആ നാവികൻ നീ ഭവാപ്തിക്കൊരാവിവൻ തോണി നിൻപദം, ആ ഗുരുക്കന്മാരുടെ പാദം, ആ മഹാപ്രഭുവിൻ്റെ പാദങ്ങൾ നമ്മളെ ഈ സംസാര സാഗരത്തെ കടത്തുന്നതാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അതുപോലെ പറയുന്നുണ്ട്, രാമൻ പറയാ, രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിപ്പിൻ സ്വപ്നതുല്യം സഖേ. നിങ്ങൾക്ക് എല്ലാവരുടെ ഉള്ളിലേക്ക് ഇപ്പൊ വന്നു കാണും. എന്ത് വന്ന്? ഗദ്യപ്രാർത്ഥന വന്നു കാണും അല്ലേ? ആത്മോപദേശ ശതകം കടന്നുപോയി കാണില്ലേ? എല്ലാം സ്വപ്നതുല്യം എന്നല്ലാതെ ഒന്നും പറയുവാനില്ല. കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല. ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു. എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിപ്പിൻ സ്വപ്നതുല്യം സഖേ. എത്രയിടത്ത് ഗുരു പറഞ്ഞു തന്നു. നെടിയ കിനാവിത്, നിദ്ര പോലെ നിത്യം കെടും ഇതുപോലെ കിനാവും ഇപ്രകാരം അല്ലെ? കെടുമതി കാണുകയില്ല, കേവലത്തിൽ പെടുവതിനാൽ അനിശം ഭ്രമിച്ചിടുന്നു. കെടുമതികളായ നമ്മള് ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ ഒരവസ്ഥയായ ജാഗ്രതയിൽ വരുന്ന കാര്യങ്ങൾ മാത്രം നെഞ്ചിലേറ്റിക്കൊണ്ട് ദുഃഖിക്കുന്ന കെടുമതികളാണ് നമ്മൾ. ഒരിക്കലും ഇത് നീണ്ടൊരു കിനാവാണ് ഈ ജാഗ്രത, നമ്മുടെ ഈ ജീവിതം. സ്വപ്നം എപ്രകാരമാണോ നമ്മൾ തള്ളിക്കളയുന്നത്, അതുപോലെ തന്നെ ജാഗ്രത അവസ്ഥയിലെ നമ്മുടെ ഈ ജീവിതവും നമ്മുടെ ആയുർദൈർഘ്യവുമൊക്കെ ഒരു നീണ്ട സ്വപ്നമാണ്. അത് വസിഷ്ഠമുനിയിൽ നിന്ന് രാമന് കിട്ടിയതാണ്, ഉപദേശമാണ്. രാമൻ തിരിച്ച് ലക്ഷ്മണന് കൊടുക്കുന്നത്. അല്ലയോ രാമ, ദീർഘസ്വപ്നമിമം വിധി. എൻ്റെ ഗുരു ജ്ഞാനവാസിഷ്ടം യോഗവാസിഷ്ടമൊക്കെ വളരെ നന്നായി ഗുരു അത് കേട്ടുകൊണ്ടാണ് ആ ശരീരം മറഞ്ഞിട്ട് ആ പുണ്യ മഹാസമാധിയിലേക്ക് ആ ഗുരു അമരുന്നത്. ആലോചിച്ച് നോക്കൂ. ദീർഘസ്വപ്നമിമം വിധി, ഇത് ദീർഘസ്വപ്നമാണ്. വസിഷ്ഠൻ ഉപദേശിക്കുക, ദീർഘം വാപി മനോരാജ്യം. കുറച്ച് നാളത്തേക്ക് നീ ഒരു സ്വപ്നം കണ്ടു, അത്രയേ ഉള്ളൂ. ദീർഘം വാ ചിത്തവിഭ്രമഹ, കുറച്ചു കാലത്തേക്ക് നമുക്ക് ഈ കണ്ടതെല്ലാം സത്യമെന്ന് കരുതി എനിക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഇതെല്ലാം സത്യമാണെന്ന് കുറച്ച് നാളത്തേക്ക് മനസ്സിനൊരു ചിത്തവിഭ്രമം വന്നതാണ് ഈ ലോകം. ആണ് ഗുരുക്കന്മാർ അറിഞ്ഞനുഭവിച്ചുകൊണ്ടാണ് പറയണത്. അങ്ങനെ ഗുരുവിൻ്റെ ദർശനത്തെ നമുക്ക് രാമായണ പൊരുളുകളിലൂടെ കടന്നു പോകുമ്പോൾ, ഗുരുവിൻ്റെ കൃതി പഠിച്ചവർക്ക് രാമായണം എടുത്തു വെച്ച് വായിക്കുമ്പോൾ എല്ലാം മനസ്സിലാവും. ഒന്നും നമുക്ക് ആരും വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഞാൻ ഇത് വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ആദ്യം ഇത് കയറിയിട്ടുണ്ടാവും. കാരണം നിങ്ങൾ പല ആഴത്തിൽ പഠിക്കുന്നവരും മനസ്സിലാക്കുന്നവരും നിത്യ ഉപാസകരുമാണ്. നിങ്ങളുടെ അടുത്തൊരു പ്രസംഗത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു സാധന എന്നതിൻ്റെ ഭാഗമായി പറഞ്ഞത് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നു അല്ലേ? തതുപദേശം, അത് ആ ഒരു ഉപദേശങ്ങളെ, ഗുരുവാണികളെ നമ്മളൊന്ന് ഓർക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ ആരുമല്ല ഇതെല്ലാം പ്രസംഗിക്കാനും പറയാനും ഒക്കെ. ഗുരുവാണികളെ നെഞ്ചിലേറ്റുന്നു നമ്മൾ ഒരുമിച്ച്, അത്രയേ ഉള്ളൂ. അപ്പോൾ ലക്ഷ്മണന് കിട്ടിയ ആ ഉപദേശം ഉണ്ടല്ലോ, ലക്ഷ്മണനെ ശാന്തനാക്കി.
തിരിച്ച് വനത്തിലേക്കുള്ള യാത്രയിൽ പമ്പാസരസ് കഴിഞ്ഞ് ഇവിടെ നിഷാദ രാജാവായ കാട്ടാള രാജാവായ നിഷാദന്റെ രാജ്യത്തിലെത്തുകയാണ്. അയോധ്യകാണ്ഡത്തിൽ തന്നെ അത്. അരണ്യകാണ്ഡത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിഷാദ രാജാവായ ഗുഹനെ കണ്ടുമുട്ടുന്നുണ്ട്. ആ ഗുഹന് ശരിക്കും നല്ല രാമഭക്തൻ തന്നെയാണ് ഗുഹൻ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട്, അങ്ങ് എൻ്റെ രാജ്യത്തെ ഭരിക്കണം, ഞാൻ അങ്ങയുടെ ദാസനായി നിന്നുകൊള്ളാം, അങ്ങയുടെ സാന്നിധ്യം തന്നെ ഞങ്ങൾക്ക് ആനന്ദം ചൊരിയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാമൻ പറയുന്നുണ്ട്, ഞാൻ ഒരു ഗ്രാമാലയത്തിലും തങ്ങില്ല, ഞാൻ ഒരു ഭിക്ഷയും സ്വീകരിക്കില്ല, എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ഇറങ്ങിയതാണെന്ന്. അപ്പോൾ അവിടെ നമ്മൾ ഓർത്തു നോക്കണം, ലക്ഷ്മണൻ എന്ന സഹോദരൻ 14 വർഷം ഉറങ്ങാതെ സഹോദരന് കൂട്ടുനിന്നതാണ്. ഇന്ന് സഹോദരങ്ങൾ പരസ്പരം തമ്മിത്തല്ലി മരിക്കുമ്പോൾ, സ്വത്തിനു വേണ്ടി പെരുവഴിയിൽ കലഹിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, രാമായണം പോലെയുള്ള ശ്രേഷ്ഠ ഗ്രന്ഥങ്ങൾ സഹോദര ബന്ധത്തിന് എത്ര പവിത്രമായ സ്ഥാനം, ഭാര്യാഭർത്തൃ ബന്ധത്തിന്, പിതൃപുത്ര ബന്ധത്തിന്, ഗുരുശിഷ്യ ബന്ധത്തിന് എത്രയെത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നമ്മൾ അറിയണം. അപ്പോൾ അന്ന് രാത്രിയായപ്പോൾ ഗുഹന്റെ രാജ്യത്തിലെ ആ ഒരു മരത്തിന്റെ ചുവട്ടില് ദർഭ വിരിച്ചിട്ട് തളിരിലകൾ അതിൻ്റെ മീതെ വിതറിയിട്ട് സീതയും രാമനും ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഗുഹനും ലക്ഷ്മണനും കൂടി അവർക്ക് കാടല്ലോ കാവല് നിൽക്കുകയാണ്. ആ സമയത്ത് ഗുഹൻ പറയാ, സഹിക്കണില്ല ഇത്, കൊട്ടാരത്തിലെ സുഖഭോഗങ്ങൾ അനുഭവിക്കേണ്ട കുമാരൻ എന്തൊരു കഷ്ടമാണിത്, ആ കൈകേയിയും മന്ദരയുമാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയാണ്. അപ്പോൾ ആദ്യം ഉപദേശം കേട്ട് ശാന്തചിത്തനായ ലക്ഷ്മണൻ പറയുക, അങ്ങനെ പറയരുത് അല്ലെ, പൂർവജന്മാർജിതം കർമ്മമത്രേ നൃണാം സർവലോകർക്കും സുഖദുഃഖ കാരണം. കണ്ടോ, സത്യം അറിഞ്ഞപ്പോൾ എത്ര ശാന്തനായെന്ന് നോക്കൂ. പൂർവജന്മാർജിത കർമ്മമത്രേ നൃണാം സർവലോകർക്കും സുഖദുഃഖ കാരണം. ഒരാളുടെ സുഖത്തിനും ദുഃഖത്തിനും കാരണക്കാരൻ മറ്റൊരാളല്ല. നമ്മുടെ പ്രാരബ്ധം തൽക്കാല ശരീരത്തിൽ വന്നിരിക്കുന്ന പ്രാരബ്ധത്തിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അതിന് മറ്റൊരാൾക്കും ഉത്തരവാദിയല്ല. ആദ്യം നോക്കണം, ആദ്യത്തെ ലക്ഷ്മണനെ നിങ്ങളൊന്ന് നോക്കിയേ. ആദ്യത്തെ ലക്ഷ്മണൻ എല്ലാവരും കൊല്ലാനൊരുങ്ങിയ ലക്ഷ്മണനാണ്. കേൾക്കേണ്ടത് കേട്ടപ്പോൾ പറഞ്ഞു, സത്യം അറിഞ്ഞു. ആ ലക്ഷ്മണൻ തന്നെ അരണ്യകാണ്ഡത്തിലേക്ക് എത്തുമ്പോൾ ശാന്തമായിരിക്കുന്നു. ഏകാന്തമായി മുനിമാരിയ്ക്കുമ്പോൾ വേണം ജ്ഞാനോപദേശം ചെന്ന് ചോദിക്കാൻ കേട്ടോ. അവർ കലുഷിതമായി നിൽക്കുമ്പോൾ, റോഡരികി നിൽക്കുമ്പോൾ ചെന്ന് ആ സംശയത്തിന് ഒന്ന് പറഞ്ഞു തന്നെയൊന്നും ചോദിക്കരുത്. ശാന്തമായി സ്വസ്ഥമായി ഇരിക്കുമ്പോഴേ നമ്മളെ ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് സംശയ നിവൃത്തി വരുത്താൻ പാടുള്ളൂ. റെസ്റ്റ് ഇല്ലാതെ ഇരിക്കുമ്പോഴാകരുത്. അപ്പോൾ ഇങ്ങനെ അരണ്യത്തിൽ ശാന്തമായി ഇരിക്കുമ്പോൾ ലക്ഷ്മണൻ ചെന്നിട്ട് പറയാണ്, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനേ, ഭക്തനാമടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. കണ്ടോ, ഒരു മനുഷ്യനിൽ നിന്ന്, ആ ഒരു അസുരനിൽ നിന്ന് മനുഷ്യനിൽ നിന്ന് ദൈവമായി ഉയരുന്നതിൻ്റെ പടിപടിയായുള്ള ചോദ്യങ്ങൾ തന്നെ കണ്ടോ. എന്തുകൊണ്ടാണ് എൻ്റെ സജ്ജനങ്ങളെ നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്നത്? അമൃതധാര നമുക്കൊക്കെ കേൾക്കാനും പറയാമ്പോഴുള്ള ആനന്ദം കൊണ്ട് തന്നെയാണ്. അത് ജന്മാന്തരങ്ങളിലും അത് അനുവർത്തിക്കും. സംശയമൊന്നുമില്ല അതിനുള്ള പാതയാണ് വെട്ടി തുറക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം നമ്മൾ. അപ്പോൾ എനിക്ക് മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ. എനിക്ക് അജ്ഞാനം ഉണ്ടായിരുന്നു, എനിക്ക് ഇനിയും അജ്ഞാനം പോയിട്ടില്ല, ആ കേട്ടതിൻ്റെ ബാക്കി എനിക്ക് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുന്നത്. അത് പറഞ്ഞു തരാനാണ് നിനം പിടിച്ചും മധുരയത് പിടിച്ചും കിടക്കുന്ന ലോകർക്ക് ആ ജ്ഞാനനദിയിൽ മുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് ആ മരുത്വാമലയിൽ നിന്ന് അവതരിച്ചത്. ആ അവതാരം ഗുരുവിനെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ടെന്നറിയോ ശരീരത്തെ. ആ ലോകരുടെ ദുഃഖങ്ങൾ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് ആ ശരീരം കൊണ്ട് തന്നെ അവിടുന്ന് എത്രയോ വേദനകൾ അനുഭവിച്ചാണ് ആ ശരീരം. ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും നന്ദിയില്ലാത്തവരും കൃപയില്ലാത്തവരുമാണ്. ഗുരുവിൻ്റെ ആ കാരുണ്യപൂർണമായ ത്യാഗം കൊണ്ടാണ് നമ്മൾ പ്രബോധിതരായിരിക്കുന്നത് എന്ന് പലപ്പോഴും മറന്നുപോകുന്ന ഒരു ജനതയെ നമുക്ക് കാണാം. എന്തായാലും തന്നതിനെ സ്വീകരിച്ചുകൊണ്ട് അതിനെ 10 മടങ്ങ് പ്രോജ്വലിപ്പിച്ചുകൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തെ തെളിവാർന്നതാക്കുന്നതിന് ഒത്തിരി
ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇനി അടുത്തത് ഗുരുവിൻ്റെ കൃതിയിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ പറയുമ്പോൾ ഒരു സഹോദരൻ്റെ കഥ പറഞ്ഞു. 14 വർഷം ഉറങ്ങാതെ കാവലിരുന്ന സഹോദരൻ. അതുപോലെ മറ്റൊരു സഹോദരനാണല്ലോ ഭരതൻ. കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ പിതാവ് മരിച്ചു. പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ജ്യേഷ്ഠൻ, യുവരാജാവായി അഭിഷേകം ചെയ്യാണ്ട് ജ്യേഷ്ഠൻ കൊട്ടാരത്തിലില്ല. ഒരു ശ്മശാന മൂകത. വളരെ വളരെ വിഷമിച്ചുകൊണ്ട് അമ്മയെ നിഷ്കരുണം, പറയാൻ പാടില്ലാത്ത വാക്കുകൾ അമ്മയോട് പറയുന്നുണ്ട്. ആ സമയത്തും വസിഷ്ഠമുനി എത്തി ഉപദേശം കൊടുക്കുന്നുണ്ട്. തിരിച്ച് ആ രാജ്യം തൻ്റെ സഹോദരനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് ഭരതൻ എത്തുന്നുണ്ട്. ആ ഗംഗാനദിയുടെ അർത്ഥത്തിലുള്ള തീരത്ത് ആ ആശ്രമത്തിൻ്റെ അടുത്തേക്ക് ഭരതൻ എത്തിയിട്ട് ജ്യേഷ്ഠനെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഭരതനും രാമനും തമ്മിലുള്ള സംവാദത്തിൽ രാമൻ ഒത്തിരി ആധ്യാത്മികതയുടെ പരമമായ തത്വങ്ങൾ ഭരതന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെയും പറയുന്നുണ്ട്, എന്താണ്? നന്ദന്ത്യുദിത ആദിത്യേ നന്ദന്ത്യസ്തമിതേ അഹനി ആത്മനോ നാവബുദ്ധ്യന്തി മനുഷ്യ ജീവിതക്ഷയം. അല്ലയോ ഭരത, വളരെ കുറച്ച് ക്ഷണികമാണ് നമ്മുടെ ജീവിതം. അത് മറ്റൊരാൾക്ക് വേണ്ടി നീ കൊണ്ടുവന്ന അടിയറവ് പറയാനുള്ളതല്ല. നിന്റെ മുന്നിലിരിക്കുന്ന ജീവിതം നീ ജീവിച്ചു തീർക്കൂ, വളരെ കുറച്ച് കാലമേ ഉള്ളൂ എന്ന് പറയുകയാണ്. പിതാവ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നീ ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കണം. പിതൃകടം തീർക്കണം, എനിക്ക് വേണ്ടി കൂടി. പുത്ത് എന്ന നരകത്തിൽ നിന്നും പിതാവിനെ രക്ഷിക്കുന്നവനാണ് പുത്രനെങ്കിൽ നീ തിരിച്ചു പോകൂ, എനിക്ക് വേണ്ടി പിതൃകടം തീർക്കൂ, അമ്മയെ ആശ്വസിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരണം എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് പെരുവഴിയിലൂടെ നടക്കുമ്പോൾ പോലും നമ്മളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു മരണം. ഗത്വാ സുദീർഘമധ്വാനം നിർവർത്തതേ. നല്ല മനുഷ്യനെ ആ നടന്നു പോകുന്ന വഴി കൊണ്ടുപോകാം, ഇരിക്കുമ്പോൾ കൊണ്ടുപോകാം, അല്ല കിടക്കുമ്പോൾ കൊണ്ടുപോകാം. അപ്പോൾ നശ്വരമായ ജീവിതത്തെ നീ എന്തിനു കളയുന്നത് എന്ന് പറയാ. എന്നിട്ട് പറയാ, സൂര്യൻ ഉദിക്കുമ്പോൾ സന്തോഷം, നന്ദന്തി അസ്തമിതേ അഹനി. ഇത് വാൽമീകി രാമായണത്തിൽ വരുന്ന സംസ്കൃത ഭാഗമാണ്. സൂര്യൻ അസ്തമിക്കുമ്പോഴും സൂര്യൻ ഉദിക്കുമ്പോഴും സന്തോഷം, ചന്ദ്രൻ രാത്രി കാണുമ്പോഴും സന്തോഷം. പക്ഷെ പറയാ, ആത്മനോ നാവബുദ്ധ്യന്തി, സ്വയം ഒരിക്കലും ബോധവാനാകുന്നില്ല. മനുഷ്യാഹ ജീവിതക്ഷയം. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരംശവും കൊണ്ടാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല എന്ന ത്രേതായുഗത്തിലെ രാമായണത്തിൻ്റെ ദർശനം കലിയുഗവരതനായ എനിക്ക് കണ്ണു നിറഞ്ഞു പോകും പറയുമ്പോൾ. കലിയുഗവരതനായ ശ്രീനാരായണ ഗുരുദേവൻ, നമ്മൾ പോയി സംസ്കൃതത്തിൽ വാൽമീകി മഹർഷി എഴുതി വച്ചിരിക്കുന്ന വാൽമീകി രാമായണം ഒന്നും വായിക്കില്ല എന്ന് ഭഗവാൻ അറിയാം. ഒരു പറയാണ്, അതാ പറഞ്ഞ, ശനേരുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും ദിനം ദിനം ദിനേശനെന്തുവെന്നു രണ്ടു കന്തുകം മനം കവിഞ്ഞു മാറിയാടുമങ്ങു മണ്ണൊടെണ്ണുമീ ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കുമാതി ദൈവമേ. അല്ലേ? സൂര്യചന്ദ്രന്മാർ എന്ന 2 പന്തുകൾ ഉദിച്ചും അസ്തമിച്ചും കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അംശവും അനുദിവസം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ കൂടുതൽ മോഹാകുലരായി മോഹങ്ങളിലേക്ക് നടന്ന് അടുക്കുകയാണ്. പക്ഷെ അവസാനം ശരീരത്തോടൊപ്പം മോഹങ്ങളും അങ്ങു മണ്ണോടെണ്ണും, അല്ലേ? പക്ഷേ ജയിക്കുമാതി ദൈവമേ. സർവ്വതിനും ആധാരമായിരിക്കുന്ന, സകലതിനും സൃഷ്ടിക്കും സ്ഥിതിക്കും നാശത്തിനും പരമകാരണമായിരിക്കുന്ന പരബ്രഹ്മ സ്വരൂപമേ, അങ്ങ് മാത്രം ജയിക്കും എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നു. അല്ലേ? രാമായണ പൊരുളുകളിലൂടെ നമുക്ക് കടന്നു പോകാൻ എത്രയോ എത്രയോ തത്വസന്ദർഭങ്ങൾ, തത്വമെടുത്തിട്ട് ഗുരു തന്നിരിക്കുന്ന കഥ കളഞ്ഞു. തത്വം ഉള്ളടക്കിയിട്ടുണ്ട്. ഭാരതത്തിലെ സകല അധ്യാത്മശാസ്ത്രങ്ങളുടെയും ദർശനം അവിടെ നിന്ന് അനുഭവിച്ച് നമുക്ക് തന്നതാണ് ഇത്. അതുപോലെ പിണ്ടനന്ദി ചേർത്ത് വെച്ച് പഠിക്കാം. സഹോദരന് സൂര്യതാപം ഏൽക്കാതിരിക്കാൻ വേണ്ടി അനുജന് മേലെ പറന്നു നിന്നുകൊണ്ട് അനുജനെ രക്ഷിച്ചൊരു സഹോദരന്റെ കഥയുണ്ട് രാമായണത്തിൽ. കിഷ്കിന്ധ കാണ്ഡത്തിലെ സമ്പാദിയും ജഡായുവും കളിക്കൂട്ട്, അവർ സഹോദരന്മാരാണ്. അവരുടെ വേഗതയൊന്ന്, കഴുകന്മാരാണല്ലോ, വേഗതയൊന്ന് ഏറ്റവും ഉയർന്നു പറക്കുന്നവരാണ്.
വേഗത പരീക്ഷിക്കുന്നതിന് വേണ്ടി സൂര്യമണ്ഡലത്തിലേക്ക് പറന്നുയരുകയാണ്. ഉയർന്നപ്പോൾ ശരിക്കും ജഡായു അനുജനാണ്, തോറ്റുകൊടുക്കാൻ സമ്പാദി അനുജന്റെ ഒപ്പം തന്നെ ഉണ്ട്. അപ്പോൾ സൂര്യമണ്ഡലത്തോടടുക്കുമ്പോൾ ചൂടനുഭവപ്പെട്ടു തുടങ്ങി. തൻ്റെ സഹോദരന്റെ തളർച്ച മനസ്സിലാക്കിയപ്പോൾ സർവശക്തിയും സംഭരിച്ചുകൊണ്ട് സഹോദരന്റെ മേലെ പറന്നുകൊണ്ട് ചിറക് വിരിച്ചു നിന്നുകൊണ്ട് സഹോദരന് ആ ശാന്തി പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്ന സമ്പാദി എന്ന പക്ഷിശ്രേഷ്ഠന്റെ ജ്യേഷ്ഠന്റെ കഥയുണ്ട് രാമായണം, അല്ലേ? അങ്ങനെ സഹോദരന് വേണ്ടി ചിറക് കരിഞ്ഞ് ഭൂമിയിലേക്ക് പതിച്ച സമ്പാദി, ആ സമ്പാദി ചെന്നെത്തുന്നത് നിശാകര താപസന്റെ ആശ്രമത്തിലാണ്. നോക്കൂ, ശ്രേഷ്ഠകർമ്മം ചെയ്ത ഒരു ജീവൻ എത്തുന്നത് സതുപദേശത്തിന് പര്യാപ്തമായ ഒരു സന്ദർഭത്തിലേക്കാണ്. ഒരു പക്ഷി, നമുക്കറിയാം, ഒരു പക്ഷിയുടെ ചൈതന്യം ഇരിക്കുന്നത് അവന്റെ ചിറകിലാണ്. ചിറക് നഷ്ടപ്പെട്ട പക്ഷിക്ക് ജീവിതം എവിടെ? വളരെയധികം വിഷമിച്ചുകൊണ്ട് നടന്നു നിറങ്ങിയൊക്കെ ആശ്രമ സന്നിധിയിൽ എത്തുമ്പോൾ നിശാകരതാപസൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി സമ്പാദി? അപ്പൊ പറയുന്നുണ്ട്, മഹാധന്യാത്മൻ, ചിറകില്ലാത്ത എൻ്റെ ജീവിതം ഇനി എന്ത്? ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ശരിക്കും സമ്പാദിയുടെ ദുഃഖം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി മുനി, അതായത് ഒരു മനുഷ്യൻ ഏറ്റവും ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് ഗുരുക്കന്മാരുടെ ഉപദേശം നമ്മളിലേക്ക് എത്തുന്നത്. ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ തിരിച്ചടികൾ സംഭവിക്കുകയും ഇവിടെയൊന്നും സത്യമില്ലെന്നറിയുകയും ചെയ്ത പുണ്യാത്മാക്കൾ ആധ്യാത്മികതയിൽ സജീവമായിട്ടുണ്ടാവും, ഒരു സംശയമില്ല. അവരുടെ ജീവിതം ഒന്ന് കിളർന്നൊന്ന് തൊട്ടു നോക്കിയാൽ അറിയാം, കണ്ണീരിൻ്റെ ഒരു ഉറവ അവിടെ നിന്ന് പൊട്ടി വരുന്നത് നമുക്ക് കാണാം, അല്ലേ? അപ്പൊ ഇവിടെയാണ് ശാന്തി സമാധാനം എന്ന് അറിഞ്ഞെത്തുന്ന ഈ തീരത്തണയുന്നവരാ. അതുപോലെ തന്നെയാണ് സമ്പാദിയുടെ ദുഃഖം ഇല്ലാതാക്കാൻ ആ മുനിശ്രേഷ്ഠൻ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കർമ്മത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതം ഉണ്ടാകുന്നത്. ആ ദേഹം നിമിത്തമാണ് ഒരുവന് ദുഃഖം ഉണ്ടാകുന്നത്. ദേഹം എന്ന് പറഞ്ഞാൽ ദുഃഖ കാരണമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാ. പിന്നെ നീ എന്തിനാണ് ഈ ദേഹത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത്? കർമ്മം ഒടുങ്ങിയാൽ ഏതൊരു മനുഷ്യനും പുണ്യം കർമ്മങ്ങൾ ചെയ്താൽ പോലും ആ പുണ്യം ഒടുങ്ങിയാൽ ഭൂമിയിലേക്ക് പതിക്കേണ്ടി വരും. ആത്മവിചാരം ചെയ്ത് ആത്മസ്വരൂപമാണെന്നറിഞ്ഞ് വാസനകളെ അകറ്റി ആ സത്സംഗം ഉണ്ടായില്ലെങ്കിൽ, ആ പരമചൈതന്യത്തെ അറിഞ്ഞ് യാത്ര ചെയ്തില്ലെങ്കിൽ, വെറും പുണ്യകർമ്മങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ പുണ്യമൊടുങ്ങുമ്പോൾ പതിക്കേണ്ടി വരും എന്ന് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച സനാതനമായ സത്യത്തെ നിശാകര താപസ മുനി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് സമ്പാദിക്ക്. പറയുക, ജന്മത്തിൻ്റെ കാരണം എന്താണ്, രക്ഷാമാർഗം എന്താണ് എന്നൊക്കെ പറയുക. ഒരു ജീവൻ എങ്ങനെയാണ് ശരീരം എടുത്തുകൊണ്ട് വരണത്? പിണ്ടനന്ദിയിൽ പറഞ്ഞ അതേ കാര്യം പിണ്ടനന്ദി തന്നെ പറയാണ്. ജീവൻ ആദ്യം ചന്ദ്രമണ്ഡലത്തിൽ നിന്ന്, പുണ്യമായ ആ മണ്ഡലത്തിൽ നിന്ന് നീഹാര കണികയോടൊപ്പം, രാമായണത്തിലെ സന്ദർഭമാണ് പറയുന്നത്, നിശാകര താപസന്റെ ഉപദേശം, നീഹാര കണികയോടൊപ്പം, മഞ്ഞു കണികയോടൊപ്പം, അതായത് മരിച്ചുപോയ ആ സൂക്ഷ്മ ശരീരം ഉണ്ടല്ലോ, നമ്മൾ മരിച്ചു എന്ന് പറയുമ്പോൾ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. ആ ജീവൻ, ആ സൂക്ഷ്മ ശരീരം എന്ത് ചെയ്യുന്നു? ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് നീഹാര കണികയോടൊപ്പം ഭൂമിയിൽ പതിക്കുന്നു, മഞ്ഞു കണങ്ങളോടൊപ്പം. എന്നിട്ടത് ധാന്യങ്ങളായിട്ട് മാറിയിട്ട് ഏറെ നാൾ അവിടെ ധാന്യങ്ങളായിട്ട് വാഴുന്നു. ആ ധാന്യം 4 ഭാഗങ്ങളായിട്ട്, ഭോജ്യങ്ങളായിട്ട്, ആഹാര സാധനങ്ങളായിട്ട് മാറുന്നു. ഭോജ്യവും ഖാദ്യവും പേയവും ലേഹ്യവും ഒക്കെ രീതിയിലുള്ള ആഹാര സാധനങ്ങളായിട്ട് മാറുന്നു. എന്നിട്ട് അതിലൊന്ന് പുരുഷൻ കഴിക്കുന്ന ആഹാരത്തിലൂടെ രേതസ്സായിട്ട് മാറുന്നു. ആ രേതസ് സീമന്തിനി യോനിയിൽ, അവൻ്റെ വിവാഹിതയാകുന്ന ആ സ്ത്രീയുടെ ആ ഗർഭപാത്രത്തിലേക്ക്, ആ സ്ത്രീ യോനിയിലൂടെ അത് ആ രേതസ് ഒരു ശിശുവായി രൂപപ്പെടുന്നു ഗർഭപാത്രത്തിൽ. അങ്ങനെ ആ ഒരു വന്ന വഴി അവിടെ രാമായണം വിശദമായിട്ട് പറയുന്നുണ്ട്. അവിടെ പറയാണ്, ഗുരു നമുക്ക് പറഞ്ഞു തന്നല്ലോ, രേതസ്സു തന്നെ ഇതു രക്തമൊടും കലർന്നു, നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേൻ. രാമായണം പറയുന്നു, യോനി രക്തമൊടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം. അല്ലേ? യോനി രക്തമോട് സംയുക്തമായി വന്ന്, യോനി ആ രക്തം ബീജവുമായി ചേരുമ്പോൾ ആ ഗർഭപാത്രത്തിലെ
ആ ഗർഭസ്ഥലം അതിനെ മൂടിയിട്ട് ആ കുഞ്ഞിനെ സംരക്ഷിച്ചിട്ട് ഓരോ മാസവും ഓരോ ദിവസവും ഓരോ പക്ഷവും ഓരോ മാസവും ആ കുഞ്ഞിന് വന്നു ചേരുന്ന അവയവ സന്നിവേശങ്ങൾ ആദ്യ ദിനം കലളമാകുന്നു, 5 ദിനം കൊണ്ട് കുമിളയാകുന്നു, 5 ദിവസം കൊണ്ട് മാംസപേശികൾ വരുന്നു. സമയമില്ല പറയാൻ, അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ ക്രമത്തിൽ ആ കുഞ്ഞിന് അവയവ സന്നിവേശം വന്ന് 9ാം മാസത്തിൽ എത്തുമ്പോൾ ആ കുഞ്ഞിന് ചിന്തകൾ വരികയും പൂർവജന്മാർജിതമായ സ്മൃതികൾ വരികയും ഒക്കെ ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗുരു പറഞ്ഞല്ലോ, 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലന്റെ കയ്യിലണയാതെ വളർത്തി നീയേ, കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ, അക്കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. അല്ലേ? 9 മാസം, 5 നാൾ 9 മാസം ആ ഒരുപോൽ നയനങ്ങൾ വെച്ചു. എത്ര ചുരുങ്ങിയ സൂത്ര രൂപത്തിലാണ് നമുക്ക് തന്നത്. കാലന്റെ കയ്യിലണയാതെ വളർത്തി. 9 മാസത്തിൽ കുഞ്ഞിന് പൂർവജന്മാർജിത സ്മൃതികൾ വരുന്നു. 100,000 യോനികളിൽ ജനിച്ച് എത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം. രാമായണം പറയുന്നു, 100,000 യോനികളിൽ ജനിച്ച് എത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം. ഗുരു പറയാണ്, എത്രയോ അന്നുള്ള വേദന മറന്നത് നന്ന്. ഈ ഓർമ്മകളെല്ലാം കൂടെ ഗർഭസ്ഥ ശിശുവിലേക്ക് കടന്നു വരുന്നുണ്ട്. എത്ര 100 കോടി ജന്മങ്ങളിൽ ഗർഭപാത്രങ്ങളിൽ കിടന്നിട്ട് വന്നവരാ നാം. ആ ജന്മങ്ങളെല്ലാം കൂടി ഒരു നിമിഷം ഒരു കുഞ്ഞിലേക്ക് കയറി വരും ഗർഭാവസ്ഥയിൽ വെച്ച്. വളരെ വേദനയാത് ഓർക്കാൻ പോലും വയ്യ. ഭഗവാൻ ഏത് സ്വരൂപമായിട്ടാണോ അവതരിച്ചത് ആ സ്വരൂപമായിട്ട് തന്നെയാണ് പുറത്തും വന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആ ഓർമ്മ അന്നുള്ള വേദന മറന്നത് നന്ന്. ജനിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ പൂർവജന്മാർജിത സ്മൃതിയിൽ ആ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഞാൻ കിടന്നു പെടഞ്ഞ ഓർമ്മ, എൻ്റെ ദൈവമേ ഭഗവാനെ ശംഭോ, അത് ഇന്നെങ്ങാനും വന്നാൽ ഇന്ന് തന്നെ ഞാൻ മരിച്ചു പോകുമല്ലോ. മറപ്പിച്ചു കളഞ്ഞു. ജനിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ അന്നൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു, ഇനി നിർത്തുകയാണ്, സമയമായിട്ടുണ്ട്. അന്നൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു, ഇനി ഒരിക്കലും ഞാനൊരു ശരീരത്തിൽ വരില്ല, രക്ഷപ്പെട്ടോളാം, ഞാൻ സത്യമറിഞ്ഞ് രക്ഷപ്പെട്ടോളാം എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു സത്യാത്മാവായിരുന്നു. പക്ഷേ പ്രപഞ്ചത്തിലേക്ക് വന്നപ്പോൾ മായയിൽപ്പെട്ടു, മറന്നുപോയി. അതാ പറഞ്ഞ് വഴി മറന്ന യാത്രക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞില്ലേ, 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ചു എന്നും അന്നുള്ള വേദന മറന്നത് നന്ന് എന്നൊക്കെ പറഞ്ഞത് രാമായണ സന്ദർഭമാണ്. രാമായണ സന്ദർഭത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ഗുരുവിൻ്റെ പൊരുളിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനിയും ഒട്ടേറെ സന്ദർഭങ്ങൾ പറയാനുണ്ട്. പറയുന്നു, രാമായണ കാലഘട്ടം രാമൻ്റെ ആ അയനം രാമനിലേക്കുള്ള യാത്രയായി മാറണം. മഹാഗുരുവിൻ്റെ കൃതികൾ സർവ ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെയും രസമാണ്. അതിലേക്കുള്ള യാത്രയാകണം. പുണ്യമാസം ഗുരുവിൻ്റെ ജന്മ ചതയം വരുന്നു, തിരുച്ചതയം വരുന്നു. അതെല്ലാം കൂടുതൽ ഭക്തി നിർഭരമായി നമുക്ക് കൊണ്ടാടാനും പ്രാർത്ഥനാ നിർഭരമായി ഗുരുവിനെ അറിഞ്ഞ് യാത്ര ചെയ്യാനൊക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു അവസരം തന്ന സ്മൈലിനോടുള്ള കൊണ്ട് വാക്കുകൾ അത്രയും ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവോം തത്സത്.